ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും കേട്ടിരിക്കുകയല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വാർത്തയിലും പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ നിൽക്കുന്നിടത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേലിൽ പെട്ടെന്ന് ഒരു യുദ്ധം അധികം ആർക്കും ഒരു ദോഷകരമായ രീതിയിൽ ബാധിക്കാതിരിക്കാനും സമാധാനകരമായിട്ട് മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ മക്കളെയും കുടുംബത്തെയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും എന്താ പറയുക, മരണത്തെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത്. തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു നാട്ടിൽ ഇസ്രായേലിൽ വരാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പുണ്യമായിട്ടും എന്താ പറയുക ഒക്കെ കാണുന്നു, വിശ്വസിക്കുന്നു. കാരണം ദൈവം ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരത ആരോടും കാണിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഈ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് ദൈവം മോചനം കൊടുക്കട്ടെ. എന്താ പറയുക, പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല. എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ നേരിടുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരല്പം രൂക്ഷമാണ്. കാരണം പ്രശ്നം മാനസികമാണ്, മനസ്സിനെ ബാധിച്ച വിഷമമാണ്. ശാരീരികമായിരുന്നെങ്കിൽ നമുക്ക് മരുന്ന് മേടിക്കായിരുന്നു. മാനസികത്തിന് നമ്മൾ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ. വേറൊന്നുമല്ല, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കും, ഈ ഒരു പ്രശ്നം എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവളോട് അല്ലെങ്കിൽ അവനോട് നമ്മളത് ഷെയർ ചെയ്യും. അതേപോലെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഫ്രണ്ടുണ്ട്. അയാളോട് ഞാനത് പറഞ്ഞു, അദ്ദേഹത്തോട് ഞാനത് പറഞ്ഞു. അപ്പോഴും ഓക്കെ കേട്ടു, ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു, എന്നിട്ടൊരു ഫോൺ വിളിയും ഇല്ല, ഒന്നുമില്ല. എൻ്റെ മൈൻഡാണെങ്കിൽ ഫുള്ളൊന്ന് മൂഡ് ഓഫായിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് അമ്മാമ്മയുടെ മോളുടെ വീട്ടിൽ പോയി. ഇന്നലെ ഇന്നും അവിടെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ നിന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല ഡിപ്രഷൻ്റെ അങ്ങേറ്റ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ. മ്യാരി എന്നാണ് അവളുടെ പേര്. എൻ്റെ പേര് മേരി. ഓക്കെ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി, എനിക്ക് അവളെ ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോഴും ഒരു വല്ലാത്തൊരു ഇൻറ്റിമസി എനിക്ക് ആ കുഞ്ഞിനോട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മയാണ്. 2 കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്ന എല്ലാ വേദനയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരമ്മയാണ്. അപ്പോഴേ ആ കുഞ്ഞിനെ എടുക്കുമ്പോഴേ എൻ്റെ മോളെ എടുക്കുന്ന ഫീലിംഗ് തന്നെയാണ്. എൻ്റെ മോനെ ഞാൻ എടുത്തിട്ടുള്ള അതേ മനോഭാവം തന്നെയാണ് എനിക്ക് ആ കുഞ്ഞിനെ എടുത്തപ്പോൾ തോന്നിയത്. അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോഴവളുടെ അമ്മ എന്നോട് പറഞ്ഞു, അവൾ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ അവൾ പോയിട്ടില്ല, ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. മേരിയുടെ കയ്യിൽ അവൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു അമ്മയാണ്, എൻ്റെ മനസ്സിൻ്റെ വേദന ദൈവത്തിനറിയാം. അത് ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടാവും. അതായിരിക്കും അവൾ എൻ്റെ കയ്യിൽ വന്നത്. ഞാൻ അവൾക്ക് ഫുഡ് വാരി കൊടുത്തു. മാക്സിമം ടൈം ഞാൻ അവളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. മക്കളെ ഇടയ്ക്ക് വിളിക്കും, മക്കളോട് കാര്യങ്ങൾ പറയും, ഹസ്ബൻഡിനെ വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഈ 2 ദിവസവും എന്നെ ചിന്തിപ്പിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഒത്തിരി വീഡിയോ ലെങ്തി ആവും, എങ്കിലും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമായിരിക്കും എന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ ചെയ്ത ടിപ്സാണ് ഈ 2 ദിവസവും. ഒന്നാമത്തെ കാര്യം, ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു ദിവസമാണ്. മുന്നേ എനിക്കറിയാം, പക്ഷേ എങ്കിലും നമുക്കൊരിത് കാണുമല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞാൽ എനിക്കൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവയ്ക്ക് കണ്ടെത്തും എന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ ഈ 2 ദിവസവും ഞാൻ ഇങ്ങനെ എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഓവറായിട്ട് ആലോചിച്ചില്ല. കാരണം എന്തായാലും ഓൾറെഡി അവിടെ ഒരു പ്രശ്നമുണ്ട്, അതിനെ വീണ്ടും ആലോചിച്ച് അത് വലുതാക്കേണ്ട കാര്യമില്ല. അത് ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ചു. 2, ഞാൻ എൻ്റെ മനസ്സിനെ മറ്റു പലതിലോട്ടും തിരിച്ചു വിട്ടു.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാരിയായിട്ട് കളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ചെന്ന് കളിക്കുമ്പോഴും നമ്മുടെ മനസ്സും കുഞ്ഞുങ്ങളുടെ പോലെയായി തീരും. നമ്മൾ അത്രയും കാട് കയറി ഒന്നിനെക്കുറിച്ച് ചിന്തിയതില്ല, വേഗത്ത് വെച്ച് കാണാം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ അത്രയും നിസ്സാരമായിട്ട് പ്രശ്നങ്ങളെ, വലിയ പ്രശ്നങ്ങളെപ്പോലെ നിസ്സാരമായിട്ട് നമ്മൾ കാണും. പിന്നെ 3, ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. എന്തെങ്കിലും എന്നെ ബാധിക്കുന്ന, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ അറ്റവും മൂലയും വരെ ഞാൻ കൊണ്ട് ആലോചിക്കും. പക്ഷെ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊന്നും തന്നെ ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, അതെന്തായാലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തണം, എന്നെ വേറെ ആരെയും ഹെൽപ്പ് ചെയ്യില്ല. കാരണം എൻ്റെ പ്രശ്നത്തെ അതിൻ്റെ അർത്ഥതലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. മനഃശാസ്ത്രം പറയല്ല കേട്ടോ, മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ആ മനഃശാസ്ത്രമൊന്നും അത്ര പ്രാക്ടിക്കലി വന്നില്ല. പിന്നെ നമ്മൾ ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു മനഃശാസ്ത്ര ശാഖയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ നമ്മൾ പല ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. പ്രാഗ്മനോവ്യാപാരഘട്ടം, പൂർവ്വഘട്ടം, അങ്ങനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എന്താ പറയുക, കളിപ്പാട്ടങ്ങളോട് തോന്നുന്ന പ്രായമുണ്ട്. അതായത് അവർ കയ്യിൽ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, അത് വെച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അത് വന്ന് അതിന് തള്ളിയിടുന്നു, വീണ്ടും അത് ഉണ്ടാക്കുന്നു. അതേ കണക്ക് ഞാൻ ആ കുഞ്ഞുമായിട്ട് കളിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ, ഓക്കെ, ഒരു കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് കരുതി നമ്മുടെ ലൈഫ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം? വേണ്ട, നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതങ്ങനെ നിൽക്കട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. എപ്പോഴെങ്കിലും നമുക്കതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അന്നേരം തിരിച്ച് വന്ന് നമുക്കത് പരിഹരിക്കാം എന്നുള്ള ഒരു മൈൻഡിലോട്ട് എന്നെ കൺവേർട്ട് ചെയ്തു എൻ്റെ മാരി. ഈ നിമിഷം ഞാൻ അവനോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബ്ലോക്സ് വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ബിൽഡിങ്സൊക്കെ കെട്ടുക, അത് വെച്ചിട്ടാണ് കളിച്ചിട്ട്. അന്നേരം ഞാൻ ഇത് കെട്ടും, അവൾ തള്ളിയിടും, വീണ്ടും ഞാൻ കെട്ടും, അവൾ തള്ളിയിടും. കുറേ നേരം ഞാൻ ഒന്ന് അനങ്ങാതിരുന്നപ്പോഴത്തേക്ക് അവൾ കെട്ടി, ഞാൻ പിടിച്ചങ്ങ് തള്ളിയിട്ട് കൊടുത്തു. 1-2 വട്ടം ഞാൻ തള്ളിയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ലോ 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 എന്ന് പറഞ്ഞാൽ നോ നോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഐ ഓൾറെഡി ടോൾഡ് യു ഡോണ്ട് ഡു ലൈക്ക് ദിസ്. ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്നോട് ചെയ്യേണ്ട. ഓക്കെ 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 അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ കെട്ടി. ഞാനും തള്ളിയിട്ടില്ല, മാറിയും തള്ളിയിട്ടില്ല. നല്ല രീതിയിൽ ബിൽഡിങ് കെട്ടി ഞങ്ങൾ പൂർത്തീകരിച്ചു. അപ്പോൾ നമുക്കൊരു ടേണിംഗ് പോയിൻ്റ്, അത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതാണ്. ആ ടേണിംഗ് പോയിന്റിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകും. നമ്മളെ കാലം, വിധി എന്ന് പറയുന്നത് അവിടെ കൊണ്ട് നിർത്തും. അപ്പോൾ പരാജയപ്പെട്ടു പോകാതെ, സങ്കടപ്പെട്ട് പിന്മാറാതെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുക, ഇരുന്ന് ആലോചിക്കുക, നല്ലതുപോലെ ആലോചിക്കുക. ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും എന്തിലോട്ടെങ്കിലും മനസ്സ് ഡൈവേർട്ട് ചെയ്ത് വിടുക. വീണ്ടും തിരിച്ച് വരിക, തിരിച്ചു വന്ന് നോക്കുക, കിട്ടുന്നില്ല, വീണ്ടും അത് അവിടെ തന്നെ വെക്കുക. അതിനെ നമ്മൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകണ്ട, അവിടെ വെക്കുക. അതൊരു ഭാരമാണ്, ആ ഭാരത്തെ നമ്മൾ ചുമക്കണ്ട, അവിടെ വെക്കുക. വീണ്ടും നമ്മളൊന്ന് റിലാക്സായി നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷപ്പായി കഴിയുമ്പോഴത്തേക്കും ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയാൽ മാത്രമേ, നമുക്ക് ടെൻഷൻ നമ്മുടെ മൈൻഡിൽ നിന്ന് റിലീസ് ആയാൽ മാത്രമേ നമുക്കതിൽ എന്താ പറയുക, അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അധികമൊന്നും ആരോടും ഓപ്പൺ ആക്കാതിരിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഞാൻ തന്നെ ശ്രമിക്കുക അത് പരിഹരിക്കാനായിട്ട്. അത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ഒരു സെക്കൻഡ് പേഴ്സണോട്, അതും നമുക്ക് സോൾവ് ചെയ്ത് തരുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രം പറയുക. അല്ലാതുള്ള ഒരു വ്യക്തിയോട് ഒരു കാര്യവും പറയാതിരിക്കുക. അല്ലേ? ഈ വീഡിയോ എന്തായാലും എൻ്റെ ഫ്രണ്ട് കാണും, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എനിക്കിതിൽ ഇതിനോട് വെറുപ്പോ വൈരാഗ്യമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇതിലൂടെ ഞാനൊരു കണ്ടൻറ്റ് കണ്ടുപിടിച്ചു. എൻ്റെ ലൈഫിൽ എൻ്റെ മൈൻഡ് ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്തു, എൻ്റെ ചിന്തയെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഷാർപ്പ് ചെയ്തു. അതായത് എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല എന്നുള്ള വിശാലമായ തത്വം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.